TV സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പ്രേമം എപ്പിസോഡ് 53. വിനീത പറഞ്ഞ ടെസ്റ്റിന്റെ കാര്യം ആലോചിച്ച് പരിഭ്രമത്തിലായിരുന്നു സൂര്യയും നീലിമയും. സൂര്യയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും ആണോ അവർ പറയാൻ പോകുന്നത് എന്ന് ഒരു ഭയം ഇരുവരുടെയും കണ്ണുകളിൽ തെളിഞ്ഞിരുന്നു. ഒടുവിൽ അത് വിനീതയോട് തന്നെ ചോദിക്കാൻ നീലിമ തീരുമാനിച്ചു. മേഡം, എന്ത് ടെസ്റ്റാ ഇത്? നീലിമ ചോദിച്ചു. അത് കേട്ട് വിനീത അവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ കാര്യമായ ടെസ്റ്റ് ഒന്നുമല്ല. ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആടിന്റെ ചെറിയൊരു റിഹേഴ്സൽ ചെയ്ത് നോക്കാനാണ്. അതിൽ വിജയിച്ചാൽ നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാം, വിനീത പറഞ്ഞു. അപ്പോഴാണ് നീലിമയ്ക്കും സൂര്യയ്ക്കും ആശ്വാസമായത്. ഓക്കെ മേഡം, അത് ചെയ്യാം. ഇവനത് തീർച്ചയായും സൂപ്പറായി ചെയ്യും, നീലിമ ഉടനെ ഉത്സാഹത്തോടെ പറഞ്ഞു. നീലിമ പറഞ്ഞ പിന്നെ മാറ്റമില്ല, എന്റെ കൂടെ വന്നോളൂ, വിനീത പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് നീലിമ ശരിക്കും വിനീതയെ ശ്രദ്ധിക്കുന്നത്. അവൾ വളരെ സുന്ദരിയായിരുന്നു. ചേടാ, ഇത്രയും ഗ്ലാമർ വെച്ചിട്ട് ഇവർക്ക് സിനിമയിലൊക്കെ നായികയെ അഭിനയിക്കാൻ പൊക്കൂടെ? അല്ലെങ്കിൽ ഈ കമ്പനിയിൽ മോഡൽ ആയിക്കൂടെ? നല്ല ഭംഗിയുണ്ടല്ലോ ഇവരെ കാണാൻ, നീലിമ മനസ്സിൽ പറഞ്ഞു. നീലിമ എന്താ ആലോചിക്കുന്നത്? വിനീത ചോദിച്ചു. ഏയ് ഒന്നുമില്ല മേഡം, നീലിമ പറഞ്ഞു. എന്നാൽ എന്റെ കൂടെ വരും, നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാം. വിനീത അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അവർക്ക് പിന്നാലെ സൂര്യയും നീലിമ എഴുന്നേറ്റ് വിനീതയുടെ പിന്നാലെ നടന്നു. ആ ഓഫീസിലെ മിക്കവരും സൂര്യയെ കണ്ട് അതിശയത്തോടെ നോക്കി. ആര് കണ്ടാലും ശ്രദ്ധിച്ചു പോകുന്ന അത്രയും സുന്ദരനായിരുന്നു സൂര്യ. പക്ഷെ എല്ലാവരും ഒന്നും സൂര്യ അവന്റെ സൗന്ദര്യം കൊണ്ട് മാത്രമായിരുന്നില്ല ശ്രദ്ധിച്ചത്. സൂര്യക്ക് ആ കമ്പനിയിൽ മോഡലായി അവസരം കിട്ടിയതിൽ അസൂയുണ്ടായിരുന്ന ചില മോഡൽസും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അവനെന്ത് തേങ്ങ കാണിക്കാനായി ഇവിടെ എന്ന മട്ടിലാണ് നോക്കിയത്. നീലിമ എല്ലായ്പ്പോഴും സൂര്യയുടെ അരികിൽ തന്നെ നിന്നു. വിനീതയുടെ കൂടെ നടന്ന് ഒഴിഞ്ഞ ഏരിയയിലേക്ക് വന്നു. അവിടെ ഒന്ന് രണ്ട് സ്റ്റാഫുകളും പ്രൊഡ്യൂസറും ഒക്കെ ഉണ്ടായിരുന്നു. സൂര്യ അവരോടെല്ലാം നമസ്കാരം പറഞ്ഞു. സൂര്യ, അവിടെ ഇരുന്നോളൂ, ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാം, എന്നിട്ട് ആടിന്റെ പ്രൊമോ ഒന്ന് ചെയ്തു നോക്കാം. ജസ്റ്റ് റിഹേഴ്സൽ മാത്രം. സൂര്യക്ക് എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തു നോക്കുന്നത്. റെഡിയല്ലേ? വിനീത ചോദിച്ചു. അപ്പോൾ നീലിമ സൂര്യയെ നോക്കി. റെഡിയാണ് മേഡം, സൂര്യ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് സന്തോഷം തോന്നി. എന്നാ ശരി സൂര്യ, അപ്പോൾ ആദ്യം മേക്കപ്പ് കഴിയട്ടെ, എന്നിട്ട് തുടങ്ങാം, വിനീത പറഞ്ഞു. അപ്പോൾ നീലിമയും സൂര്യയും അവിടെയുള്ള ചെയറിൽ ചെന്നിരുന്നു. നീലിമയ്ക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. സൂര്യ, നീ ഇത് നന്നായിട്ട് തന്നെ ചെയ്യില്ലേ? പിന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയെന്ന് വരില്ല, നീലിമ പറഞ്ഞു. ഉറപ്പായി മേഡം, നിങ്ങളെ ഇവർക്ക് മുന്നിൽ ഞാൻ നാണം കെടുത്തില്ല, സൂര്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് ആശ്വാസമായി. അപ്പോൾ മേക്കപ്പ് ചെയ്യാനുള്ള ആള് വന്നു. സൂര്യക്ക് സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വേഗമെല്ലാം പൂർത്തിയായി. ആടിന്റെ ചെറിയ രൂപം വിനീത സൂര്യയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. സൂര്യ അത് വളരെ മനോഹരമായി തന്നെ ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അത് കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. നീലിമയ്ക്കും സൂര്യയ്ക്കും വളരെ സന്തോഷമായി. അപ്പോൾ വിനീത അവരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സെലക്ഷൻ എന്തായാലും തെറ്റിയിട്ടില്ല, അപ്പോൾ എഗ്രിമെന്റ് സൈൻ ചെയ്യാം മിന്നി, വിനീത പറഞ്ഞു. അത് കേട്ട് നീലിമ സൂര്യയെ നോക്കി. നീ നന്നായി ചെയ്തു സൂര്യ, ഓൾ ദി ബെസ്റ്റ്, നീലിമ പറഞ്ഞു. അയ്യോ മേഡം, ഇതൊന്നും എന്റെ കഴിവല്ല, നിങ്ങൾ വന്നതിൽ പിന്നെയാണ് എനിക്ക് ഇത്തിരി ധൈര്യം വെച്ചത് തന്നെ, എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്കാ, സൂര്യ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിനീത ഇതെല്ലാം കേട്ടു നിന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോവാം, റെഡിയായിരുന്നോ? വിനീത പറഞ്ഞു. നീലിമയും സൂര്യയും അത് കേട്ട് പുഞ്ചിരിച്ചു. പിന്നീട് ഫെയർ കോസ്മെറ്റിക്സ് കമ്പനിയുടെ എഗ്രിമെന്റ് വിനീത എടുത്തുകൊണ്ട് വന്നു. അതിൽ സൂര്യ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോഴാണ് നീലിമയ്ക്ക് പൂർണ്ണമായും ശ്വാസം നേരെ വീണത്. അവർ അവിടെ നിന്നും സന്തോഷത്തോടെ തിരികെ ഇറങ്ങി. പിന്നീട് നീലിമ ക്യാബിനിലിരിക്കുമ്പോൾ പ്രിയങ്ക കയറി വന്നു. മേഡം, പോയ കാര്യം എന്തായി? സൂര്യ സാർ സെലക്ട് ആയോ? പ്രിയങ്ക ആശങ്കയോടെ ചോദിച്ചു. നീലിമ ചോദ്യം കേട്ട് തലയുയർത്തി അവളെ നോക്കി. അപ്പോൾ അവിടേക്ക് സൂര്യയും കടന്നു വന്നു. എസ്, സെലക്ട് ആയി. സൂര്യ പറഞ്ഞില്ലേ അത്? നീലിമ ചോദിച്ചു. ഇല്ല മേഡം, എന്നോടൊന്നും പറഞ്ഞില്ല. അത് സാരമില്ല. അല്ല, ചെലവൊന്നുമില്ലേ? പ്രിയങ്ക ചോദിച്ചു. അപ്പോഴാണ് നീലിമ ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നത്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോ? നീലിമ പറഞ്ഞു. എന്നാൽ ഇന്ന് തന്നെ വെച്ചാലോ, രാത്രി ചെറിയൊരു പാർട്ടി? പ്രിയങ്ക ഉത്സാഹത്തോടെ ചോദിച്ചു. സൂര്യ അതിനെ പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതം അറിയിച്ചു. അപ്പോൾ നീലിമ പറഞ്ഞു. ഓക്കെ, ഫിക്സ് ചെയ്തിട്ട് എന്നെ അറിയിക്കൂ. അത് കേട്ട് പ്രിയങ്ക നീലിമ പറഞ്ഞ പ്രകാരം ഒരു ഹോട്ടലിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അപ്പോഴാണ് നീലിമ സിദ്ധാർത്ഥ് പാർട്ടിക്ക് ക്ഷണിച്ച കാര്യം ഓർക്കുന്നത്. അതും ഇന്ന് തന്നെയാണ്. അയ്യോ, എനിക്കിന്ന് വരാൻ പറ്റില്ല, നീലിമ ഉടനെ പറഞ്ഞു. എന്താ മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സൂര്യ ചോദിച്ചു. ഏയ്, പ്രശ്നമൊന്നുമില്ല, ഇന്ന് മറ്റൊരു മീറ്റിംഗ് ഉണ്ട്, സോ എനിക്ക് വരാൻ പറ്റില്ല, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യയുടെ മുഖം വാടി. പ്രിയങ്കയ്ക്കും സങ്കടം തോന്നി. എന്നാൽ ക്യാൻസൽ ചെയ്യട്ടെ മേഡം? പ്രിയങ്ക ചോദിച്ചു. ഏയ് വേണ്ട, എന്തായാലും ബുക്ക് ചെയ്തതല്ലേ, മാറ്റണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടി പൊക്കോ, നീലിമ പറഞ്ഞു. അത് കേട്ട് പ്രിയങ്ക ഉത്സാഹത്തോടെ സൂര്യയെ നോക്കി. അവന് പക്ഷേ തീരെ ഉത്സാഹമില്ലായിരുന്നു. നീലിമ ഇല്ലാതെ പാർട്ടി നടത്താൻ അവന് താല്പര്യമില്ലാത്തതുപോലെ ഉണ്ടായിരുന്നു അവന്റെ മുഖം. പക്ഷേ നീലിമ ഒരു കാര്യവുമില്ലാതെ വരാൻ പറ്റില്ലെന്ന് ഒരിക്കലും പറയില്ല. വളരെ അത്യാവശ്യമുള്ള എന്തോ കാര്യമുള്ളത് കൊണ്ടാണ് നീലിമ അങ്ങനെ പറയുന്നതെന്ന് ഓർത്തപ്പോൾ സൂര്യ പിന്നെ അവളെ നിർബന്ധിച്ചില്ല. സൂര്യയോടൊപ്പം പനിച്ച് ചെലവഴിക്കാൻ ഒരു അവസരം കിട്ടിയ സന്തോഷത്തിലായിരുന്നു അപ്പോൾ പ്രിയങ്ക.
നീലിമ വീട്ടിലെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. അവൾ ചെന്ന് കുളിച്ച് ഹാളിലേക്ക് വന്നു. അപ്പോൾ താര അവിടെ ഉണ്ടായിരുന്നു. അന്ന് വസ്ത്രമെടുക്കാൻ ഷോപ്പിലേക്ക് പോയപ്പോൾ അവിടെ മാനേജറായി താരയാണ് ഉണ്ടായിരുന്നത്. നീലിമയ്ക്ക് അവളെ കണ്ടപാടെ മനസ്സിലായി. താരയുടെ കൂടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. നീലിമ അവരെ നോക്കി മല്ലികയോട് ചോദിച്ചു, ഇവരൊക്കെ എന്തിനു വന്നതാ? നീലിമ ചോദിച്ചത് കേട്ട് താര ചിരിച്ചു. മേഡം, സിദ്ധാർത്ഥ് സാർ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. മേഡത്തിനെ പാർട്ടിക്ക് വേണ്ടി ഒരുക്കാൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, താര പറഞ്ഞു. നീലിമ അപ്പോൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. അവൾ എതിർത്തൊന്നും പറഞ്ഞില്ല. സിദ്ധാർത്ഥിന്റെ തീരുമാനം എതിർക്കാൻ അല്ലെങ്കിലും അവൾക്ക് സാധിക്കാറില്ല. താര നീലിമയും കൂട്ടി അകത്തേക്ക് നടന്നു. നീലിമയ്ക്ക് ധരിക്കാൻ 2 വിലപിടിപ്പുള്ള ഗൗണുകൾ കൊണ്ടുവന്നിരുന്നു. അതിൽ ഒരെണ്ണം നീലിമ തിരഞ്ഞെടുത്തു. ഗൗൺ ധരിച്ചു കഴിഞ്ഞ് നീലിമയുടെ മുടി ബിഗ് ബൺ സ്റ്റൈലിൽ കെട്ടിവെച്ചു കൊടുത്ത ശേഷം താര മേക്കപ്പിനായി ആർട്ടിസ്റ്റിനെ വിളിച്ചു. നീലിമയ്ക്ക് ചെറുതായി മാത്രമേ മേക്കപ്പ് ചെയ്തിരുന്നുള്ളൂ. എല്ലാം കഴിഞ്ഞ് നീലിമ ഒരുങ്ങിയിറങ്ങി. അശ്വിൻ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവനെ ഉണർത്താൻ നിൽക്കാതെ നീലിമ ഹാളിലേക്ക് ചെന്നു. അവിടെ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു. നീലിമയെ ആ വയലറ്റ് ഗൗണിൽ കണ്ട സിദ്ധാർത്ഥ് അമ്പരന്നുപോയി. അവൾ വളരെ സുന്ദരിയായിരുന്നു. താര, നന്നായി ഒരുക്കിയിട്ടുണ്ടല്ലോ. കൊള്ളാം കേട്ടോ, സിദ്ധാർത്ഥ് പറഞ്ഞു. തന്നെ പുകഴ്ത്തി സംസാരിച്ചത് കേട്ട താര അതിശയത്തോടെ അവനെ നോക്കി. സാധാരണ അവൻ ആരെയും പുകഴ്ത്തി സംസാരിക്കാറില്ല. ആദ്യമായാണ് സിദ്ധാർത്ഥ് തന്നോട് പോലും അങ്ങനെ സംസാരിക്കുന്നത്. താര സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സാർ, ഞാൻ അധികമൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ടച്ചപ്പ് മാത്രമേ നീലിമ മേഡത്തിന് ആവശ്യമായി വന്നിട്ടുള്ളൂ. മേഡം നാച്ചുറലി തന്നെ വളരെ സുന്ദരിയാണ്. ഈ ഗൗൺ കൂടി ഇട്ടപ്പോൾ അത് കൂടി, അത്രേ ഉള്ളൂ, താര പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കേട്ട് നീലിമയെ നോക്കി. നന്നായി ചേരുന്നുണ്ട് നിനക്ക് ഈ നിറം. ഞാൻ പറഞ്ഞു വരുത്തിയതായത്. നിനക്ക് ചേരുമെന്ന് എനിക്കറിയാമായിരുന്നു, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമയുടെ മുഖം അത് കേട്ട് നാണത്തിൽ ചുവന്നു. സിദ്ധാർത്ഥ് തന്നെ അത്രയും അധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ആ കാര്യത്തിൽ അത്ഭുതവും തോന്നി. മല്ലിക അപ്പോഴാണ് അവിടേക്ക് വന്നത്. അവർ നീലിമയുടെ ഭംഗി കണ്ട് അതിശയത്തോടെ നോക്കി. കുഞ്ഞിനെ വേഷം നന്നായി ചേരുന്നുണ്ട്, മല്ലിക പറഞ്ഞു. താങ്ക്സ് മല്ലികാമ്മേ, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥും നീലിമയും അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയി. അപ്പോൾ താര മല്ലികയോട് ചോദിച്ചു, മല്ലികാമ്മേ, എനിക്കൊരു സംശയം. എന്താ മോളെ? മല്ലികാമ്മ ചോദിച്ചു. അല്ല, സിദ്ധാർത്ഥ് സാറിന്റെ ആരാ ശരിക്കും? നീലിമ മേഡം, സാറ് വളരെ കാര്യമായാണല്ലോ അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, താര ചോദിച്ചു. അത് കേട്ട് മല്ലിക ചിരിച്ചു. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. നീലിമ സിദ്ധുമോന്റെ ഭാര്യയാണ്, മല്ലിക പറഞ്ഞു. അത് കേട്ട് താര അതിശയത്തോടെ മല്ലികയെ നോക്കി. ശരിക്കും? താര ചോദിച്ചു. ആ അതെ, മല്ലിക പറഞ്ഞു. ചേടാ, ബോസ് കല്യാണം കഴിച്ച കാര്യം ആരോടും പറഞ്ഞില്ലല്ലോ. എന്തായാലും ബെസ്റ്റ് പേർ തന്നെ. നീലിമ മേഡത്തിന് നല്ല ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ സിദ്ധാർത്ഥ് സാറിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടുമോ? നമുക്കൊന്നും അത്ര ഭാഗ്യമില്ലാതായി പോയി. ആ സാരമില്ല, താര മനസ്സിൽ പറഞ്ഞു. അവൾ എന്തോ ഓർക്കുന്നത് കണ്ട് മല്ലിക ചിരിയോടെ നിന്നു. സിദ്ധാർത്ഥും നീലിമയും കാറിൽ ഒരു വലിയ ഹോട്ടലിന് മുന്നിൽ ചെന്നിറങ്ങി. സിദ്ധാർത്ഥ് അവളെ നോക്കി പറഞ്ഞു, അതെ, പാർട്ടി ഹാളിൽ ചെന്നാൽ എന്റെ കൈ പിടിച്ച് നടന്നോളണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചുറ്റിത്തിരിയാൻ നിൽക്കരുത്. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ തലയാട്ടി. അവർ അവിടെ നിന്നും ഒന്നിച്ച് റൂഫ് ടോപ്പിലേക്കാണ് പോയത്. ഇവിടെ സെറ്റ് ചെയ്ത റൊമാന്റിക് ഗാർഡനിൽ വെച്ചായിരുന്നു പാർട്ടി. നീലിമ സിദ്ധാർത്ഥിന്റെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും കണ്ണ് നീലിമയിലേക്ക് മാറി. സ്ത്രീകൾ സിദ്ധാർത്ഥിനെയും നോക്കി. ഇടയ്ക്ക് കൈവിട്ടു പോയപ്പോൾ സിദ്ധാർത്ഥ് നീലിമയെ തന്നോട് ചേർത്ത് നിർത്തി. സിദ്ധാർത്ഥ് അത്ര കാര്യമായി തന്നെ കൊണ്ടു നടക്കുന്ന കണ്ട നീലിമ അതിശയത്തോടെയാണ് അവനെ നോക്കിയത്. ചില പുരുഷന്മാർ നീലിമയുടെ വസ്ത്രവും ദേഹവുമെല്ലാം ചൂഴ്ന്നു നോക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖം കോപം കൊണ്ട് തുടുത്തു. അവൻ രൂക്ഷമായി നോക്കിയപ്പോൾ ആളുകൾ നോട്ടം മാറ്റി മറ്റെവിടെയോ ശ്രദ്ധിക്കുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങി. അപ്പോൾ അതേ പാർട്ടി ഹാളിന്റെ മറുവശത്ത് ലാവണ്യയോടൊപ്പം ഇരിക്കുകയായിരുന്നു ഹേമന്ത്. അവർ ഒരു ഗ്ലാസ്സിൽ വൈൻ കുടിച്ചുകൊണ്ടിരുന്നു. ലാവണ്യ വളരെ അസ്വസ്ഥയായിരുന്നു. ഹേമന്ത്, സിദ്ധാർത്ഥിനി വരാതിരിക്കുവോ? ലാവണ്യ ചോദിച്ചു. അവൾ പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഹേമന്ത് ആകെ വല്ലാതെയായി. പക്ഷേ അവൻ അത് പുറമേ കാണിച്ചില്ല. നോക്ക് ലാവണ്യ, സിദ്ധു അങ്ങനെ പാർട്ടിക്ക് വിളിച്ചാൽ വരുന്ന ടൈപ്പല്ല എന്ന് നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ. അവൻ വന്നാ ഭാഗ്യം, അത്രേ ഞാൻ പറയൂ, ഹേമന്ത് പറഞ്ഞു. ലാവണ്യ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. അവൾക്ക് സിദ്ധാർത്ഥിനെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കെ പൂളിന്റെ ഒരു വശത്ത് ആളുകൾ ശ്രദ്ധിച്ചു നോക്കുന്നത് കണ്ട് ലാവണ്യ അങ്ങോട്ട് നോക്കി. സിദ്ധാർത്ഥ് അതിലെ നടന്നു വരുന്നത് അവൾ കണ്ടു. ലാവണ്യ ഉത്സാഹത്തോടെ എഴുന്നേറ്റു. ദേ സിദ്ധു വന്നു, ലാവണ്യ ആവേശത്തോടെ പറഞ്ഞു. പക്ഷേ ഞൊടിയിടയിൽ അവളുടെ മുഖത്തെ സന്തോഷം മാഞ്ഞുപോയി. സിദ്ധാർത്ഥിന്റെ കയ്യിൽ പിടിച്ച് നീലിമ വരുന്നത് കണ്ടപ്പോൾ ലാവണ്യ വല്ലാതെ അസ്വസ്ഥയായി. അപ്പോൾ ഹേമന്ത് സിദ്ധാർത്ഥിനെ നോക്കി. ഇവനെന്താ നീലിമയും കൊണ്ടുവരുന്നേ? ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു. അപ്പോൾ ലാവണ്യ അവനെ നോക്കി. എന്നോട് ഞാനൊന്ന് ചോദിച്ചതല്ലേ അവന്റെ ആരാ നീലിമയെന്ന്. അപ്പോൾ നീ ഒന്നും പറയാതെ നൈസായിട്ട് എസ്കേപ്പ് ആയില്ലേ? ഇപ്പോൾ വല്ലതും പറയാനുണ്ടോ? ലാവണ്യ ചോദിച്ചു. ഹേമന്ത് മറുപടി ഇല്ലാതെ തല താഴ്ത്തി. അവൾ അവന്റെ വെറും ബന്ധുവൊന്നുമല്ല. അങ്ങനെയാണേൽ ഇങ്ങനെ അടുത്ത് നിർത്തേണ്ട കാര്യം എന്താ? നീ അതൊക്കെ അറിഞ്ഞിട്ടും എന്നോട് മറച്ചു വെക്കുന്നതല്ലേ? ലാവണ്യ ചോദിച്ചു. അല്ല, അതവന്റെ ബന്ധു തന്നെയാണ്, ഹേമന്ത് പറഞ്ഞു. മണ്ണാങ്കട്ട, അവളുടെ നിൽപ്പ് കണ്ടാലും തോന്നും അത്. എടാ, നീയൊക്കെ ഞാൻ വെറും ബുദ്ധിയില്ലാത്ത ആളാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, ലാവണ്യ ചോദിച്ചു. ഹേമന്ത് മറുപടി പറയാതെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. പുല്ല്, ഇവനിപ്പോൾ എന്തിനാവോ ഇങ്ങോട്ട് വന്നത്? ഭാര്യയായ നീലിമയെ ഇവൻ അംഗീകരിച്ചുവെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നേൽ എനിക്കത് ലാവണ്യയോട് പറയാമായിരുന്നു. ഇവൻ അതൊന്നും പറയുന്നുമില്ല. ഓരോന്ന് കാണിച്ചിട്ട് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുകയും ചെയ്യും.
ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. അപ്പോൾ ലാവണ്യ അവനെ നോക്കി. നിനക്ക് സത്യം അറിയാമല്ലേ? ഇനി പറ, സിദ്ധാർത്ഥിന്റെ ആരാ അത്? ലാവണ്യ ചോദിച്ചു. ഹേമന്ത് മറുപടി പറയാതെ സിദ്ധാർത്ഥിനെ നോക്കി. എത്ര ചോദിച്ചാലും ഹേമന്ത് ഒന്നും വിട്ടു പറയാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയ ലാവണ്യ ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അല്ലെങ്കിൽ ഞാനെന്തിനാ ഇതൊക്കെ നിന്നോട് ചോദിക്കുന്നത്? സിദ്ധാർത്ഥിനോട് തന്നെ ചോദിക്കാം. മാറി നിൽക്ക്, ലാവണ്യ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഹേമന്ത് അവളെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അതിന് കഴിഞ്ഞില്ല. ലാവണ്യ അവനെ തട്ടി മാറ്റി മുന്നോട്ട് നടന്നു. നീലിമ സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ച് നിൽക്കുന്നത് കാണും തോറും അവളുടെ ദേഷ്യം കൂടി വന്നു. ഡാ, നീ കാരണം ഇവളിനി എന്നോടും വഴക്കായിരിക്കുമെന്നാ തോന്നുന്നത്. നിനക്ക് ഞാൻ തരാടാ, ഹേമന്ത് സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി സ്വയം പറഞ്ഞു. ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.